അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, സമസ്തയിലെ ഈ പ്രതിസന്ധി ഇനി എങ്ങനെ പരിഹരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? ലീഗ് അനുകൂല പക്ഷം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നു. ഇന്നലെ സമസ്ത ഈ പൊട്ടിത്തെറിയൊക്കെ നിഷേധിച്ചുവെങ്കിലും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തീരുമാനിച്ചതും അതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. ഉമർ ഫൈസി മുഖത്തിൻ്റെ പ്രതികരണം ഇനിയും വന്നിട്ടില്ല. കള്ളന്മാരെന്ന് വിളിച്ചു എന്നതടക്കമുള്ള ആക്ഷേപമാണ് ഉമർ ഫൈസിക്കെതിരെ ഉന്നയിക്കുന്നത്. അതിലൂടെ ലീഗ് അനുകൂല സമസ്തയിലെ നേതാക്കൾ ഒറ്റക്കെട്ടാണ് തങ്ങൾ, ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാനില്ല എന്ന നിലപാട് ഉറപ്പിക്കുകയാണോ ചെയ്യുന്നത് അഷ്കർ അലി? അരുൺ, സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു വിഭാഗീയതയിലൂടെ ഇപ്പോൾ സമസ്ത കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 89-ലെ സമസ്ത വിഭജനത്തിന് ശേഷം ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രതിസന്ധി കഴിഞ്ഞ ഒരു ഘട്ടത്തിലും സമസ്തയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് സമസ്തയുടെ സമകാലിക ചരിത്രം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ സമസ്ത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സമവായ ചർച്ച നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമവായ ചർച്ചയിൽ പോലും സമസ്തയുടെ വിഭാഗീയതയിൽ അവസാനിപ്പിക്കുന്നത് പോയിട്ട് ആ ചർച്ചയിൽ പോലും സമവായം കാണാനോ ഇല്ലെങ്കിൽ കല്ലുകടി അവസാനിപ്പിക്കാനോ നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു നേർ ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർ പതിപ്പ് തന്നെയാണ് ഇന്നലെ മുഷാവറയിലും ഉണ്ടായിരിക്കുന്നത്. ആ കീഴ്ഘടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പരസ്യമായ അണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗീയത അത് അതിൻ്റെ നേർ രൂപത്തിൽ തന്നെ സമസ്തയുടെ മുഷാവറയിലും ഉണ്ടായിരിക്കുന്നു. ആ നേർ ചിത്രം അവിടെ കൂടി അവതരിപ്പിക്കപ്പെട്ടതോടെ സമസ്ത മുഷാവറ അംഗങ്ങൾ തന്നെ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടുകയും സമസ്ത അധ്യക്ഷന് ആ വേദി വിടേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനി ഇത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും സമസ്ത ശ്രമിക്കാൻ പോകുന്നത് 2 ആഴ്ചക്കകം വീണ്ടും ഒരു മുഷാവറ യോഗം വിളിക്കുകയാണ്. ആ മുഷാവറ യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സമസ്തയ്ക്ക് മുമ്പുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പരാതികളിൽ എങ്ങനെ പരിഹാരം കാണും എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാഗ്വാദങ്ങളിലേക്കും അല്ലെങ്കിൽ പരസ്പരം ആക്ഷേപം ഉന്നയിക്കുന്നതിലേക്കും വഴിവെച്ച കാര്യം എന്ന് പറയുന്നത് 30-ലധികം പരാതികൾ, കത്തുകൾ സമസ്ത മുഷാവറയ്ക്ക് മുമ്പിലുണ്ട്. ഈ കത്തുകൾ എന്ന് പറയുന്നത് കൂടുതലും സമസ്തയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ, മുക്കം ഉമർ ഫൈസിക്കെതിരായിട്ടുള്ള പരാതി, ബഹാവുദ്ദീൻ മുഹമ്മദ് നദവിക്ക് എതിരായിട്ടുള്ള പരാതി, അതുപോലെ തന്നെ ലീഗ് അനുകൂല രൂപീകരിച്ച സമസ്ത ആദർശ സംരക്ഷണ സമിതിക്ക് എതിരായിട്ടുള്ള പരാതി, ഇത്തരത്തിലുള്ള പരാതികൾ അടങ്ങുന്ന 30-ലധികം കത്തുകളാണ് സമസ്ത മുഷാവറയ്ക്ക് മുമ്പിലുള്ളത്. ഈ കത്തുകൾ പരിഗണിക്കുമ്പോൾ ആ കത്തുകൾ മുഴുവൻ മുഷാവറയിൽ വായിക്കുകയും അതിൽ ഓരോ കത്തുകളായി ചർച്ചയ്ക്കെടുക്കുമ്പോഴുമാണ് ഈ വാഗ്വാദം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അടുത്ത മുഷാവറ യോഗത്തിന് ഈ കത്തുകൾക്ക് തന്നെയാണ് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മുക്കം ഉമർ ഫൈസിയെയും അല്ലെങ്കിൽ ബഹാവുദ്ദീൻ മുഹമ്മദ് നദി അടക്കമുള്ള പ്രത്യക്ഷ പോരാട്ടത്തിൽ ഏർപ്പെടുന്നവരെങ്കിലും മാറ്റി നിർത്താതെ ഒരിക്കലും സമസ്തയ്ക്ക് ഈ വിഭാഗീയ പ്രശ്നത്തിലൊരു സമവായ ചർച്ച മുഷാവറ യോഗത്തിൽ പോലും സാധ്യമാകുമോ എന്നുള്ളത് ഇപ്പോൾ വെറും സംശയമാണ്. ഓക്കെ, താങ്ക് യു.